എൻ്റെ പേര് നമീർ എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ തന്നെ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സുഹൃത്തിലൂടെ ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നും കേട്ട പോലെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എന്നെ പ്രോഗ്രാമിന് കയറ്റിയതൊന്നും അല്ല. മറിച്ച് ഒരു ദിവസം എൻ്റെ ഈ ഫ്രണ്ട്, അതായത് പുള്ളിക്കാരൻ്റെ പേര് ഷാഫി എന്നാണ്. ഒരു ദിവസം ഉണ്ട് ഷാഫി ഒരു സ്റ്റാറ്റസ് പറഞ്ഞല്ല, കുറെ കോട്ട് സ്യൂട്ട് ഇട്ട, എൻ്റെ അന്നേരത്തെ ഭാഷ പറയുകയാണെങ്കിൽ കുറെ കോട്ട് സ്യൂട്ട് ഇട്ട പൊട്ടന്മാർ സ്റ്റേജിൽ കയറുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ഭാഷ അതല്ല. കാരണം ഇന്നത്തെ ഭാഷ അതാണെങ്കിൽ ഞാനും കോട്ട് സ്യൂട്ട് ഇടലുണ്ട്, ഇന്നലെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്, അപ്പൊ ഞാനും പൊട്ടനായി പോലെ. അപ്പോ അന്നേരത്തെ ഭാഷ പറയുകയാണെങ്കിൽ കുറെ കോട്ട് സ്യൂട്ടുള്ള പൊട്ടന്മാർ സ്റ്റേജ് മേലേക്ക് കയറി പോകുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പൊ അത് കണ്ടിരുന്ന തന്നെ ഞാൻ അന്നേരം തന്നെ ഷാഫിനെ വിളിച്ചിട്ട് ഞാൻ ഷാഫിനോട് പറഞ്ഞു, ഷാഫിയെ ഇനി പരിപാടിക്ക് നിൽക്കരുത്, ഇതെല്ലാം ഫുള്ള് തട്ടിപ്പാണ്, ഇതെല്ലാം ഫുള്ള് എന്താ പറയാ ആളെ പിടിക്കുന്ന പരിപാടിയാണ്, ഇതൊന്നും കൂടുതൽ കാലം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും പറയാറില്ല, എല്ലാം കണക്ക് വെച്ചിട്ട് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ കണക്ക് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, രണ്ടാളെ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളും തീർന്നു. ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഇതെല്ലാം പറയുന്നത്, കേരളത്തിലെ മൊത്തം ജനങ്ങളും തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ശതമാനം നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു ഇത്ര ശതമാനം കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരുമാനം കൊടുക്കാൻ പറ്റൂ? അപ്പോ ബാക്കിയുള്ള വരുമാനം വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും, ആ ലെവലിലേക്കാണ് ചോദിച്ചത്. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞ്, എടാ നമീർ ഇഞ്ഞി പറഞ്ഞ ശരിയാണല്ലോ, കാരണം ഓനിക്ക് ഇത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്ന അറിഞ്ഞൂടാ, ശരിയാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത്. അപ്പൊ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് തന്നെ പിന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഞാൻ ഷാഫിനോട് പറഞ്ഞു, ഷാഫിയെ ഇനി പിന്നെ ഇപ്പൊ പരിപാടി ചെയ്യുന്നിട്ടില്ലേ, ഇനി സ്റ്റാറ്റസ് എല്ലാം എടുത്ത് ഞാൻ കാണലുണ്ട് പ്രൊഡക്റ്റിന്റെ എല്ലാം, എടാ ഇതൊന്നും ചെയ്തിട്ട് വെറുതെ സമയം പോക്കണ്ട, വെറുതെ ആൾക്കാരെ പറ്റിക്കണ്ട ഇങ്ങനെ, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറെ നെഗറ്റീവ് അടിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞോട് അത് അങ്ങനെയല്ല, നല്ല പ്രൊഡക്റ്റുകളാണ്, ഇനിയിപ്പോ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് എന്നോട് തിരിച്ച് പറഞ്ഞു തരുന്നുണ്ടോ, പക്ഷെ നല്ല പ്രൊഡക്റ്റുകളാണ്, പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുണ്ട്, മൂപ്പർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം നോർമലി നമ്മൾ കുറെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി കേട്ടതാണ്, കുറെ കിടക്ക വെക്കുന്ന കമ്പനിയും കുറെ ബെഡ്ഷീറ്റ് വെക്കുന്ന കമ്പനിയും ഒക്കെ ഇതിനു മുമ്പേ കേട്ടതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും പ്രൊഡക്റ്റ് എന്താ പറയാ, നോർമലി എന്താ പറയാ 300 പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു ബെഡ്ഷീറ്റാണ് അവരെന്താക്കുന്നത് 7,000 രൂപക്ക് 8,000 രൂപക്കൊക്കെ കൊടുക്കുന്നത്. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള കമ്പനികളാണ് ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ വന്ന സമയത്ത് ഇവൻ പറയുന്ന നല്ല ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി, ഇതെന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ തന്നെ പിന്നെ ഞാൻ വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു, ഷാഫി ഇങ്ങോട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. എന്തിന്? ഷാഫിനെ ഇത് നിർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇഞ്ച നാട്ടിലേക്ക് വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ, ഒരു ശനിയാഴ്ച രാവിലെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നിങ്ങനെ കല്ലാച്ചി വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കല്ലാച്ചി എന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ ഞാന് കല്ലാച്ചിക്ക് പോകുന്നത്. ഒരു ദിവസം എന്നോട് പറഞ്ഞത്, അവിടെ നമ്മളൊരു കുംഫുവിന്റെ ക്ലാസ് ഉണ്ട്, ഞാനിതിനു മുമ്പേ കുംഫു, കറാത്തെ, ബോക്സിങ് അങ്ങനത്തെ സംഗതിക്ക് അത്യാവശ്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു അതിന്റെ ക്ലാസ്സിന്റെ, നമ്മളെ കല്ലാച്ചിയുള്ള ക്ലാസ്സിന്റെ താഴെ നിന്നാൽ മതി. അപ്പൊ അവിടെ പോയി നിന്ന് എന്നോട് 10 മണിക്ക് വരാനാണ് പറഞ്ഞു. മൂപ്പർ 10 മണിക്കൊന്നും എത്തിയില്ല. ഒരു 10:45 ആയ സമയത്തുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, ആദ്യം ഗസ്റ്റിനെ വിളിക്കും, എന്നിട്ട് നമ്മളെത്തൂല, ഗസ്റ്റ് നമ്മളെ കാത്തു നിൽക്കണല്ലോ. അപ്പോ കുറെ ലീഡേഴ്സ് ഉണ്ട് അങ്ങനെ ഉള്ളത്. അപ്പോ അങ്ങനെ ഒരു 10:45 ആയ സമയത്ത് ഷാഫി വന്നു. ഞാൻ സത്യത്തില് എനിക്ക് ലേറ്റ് ആയത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, ഞാൻ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കേൾക്കാനോ നിൽക്കുന്നതല്ല, മറിച്ച് എന്താണ് ഓനെ നിർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ എന്റേതാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ എന്താ പറയാ വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് 2 ബൈക്കും എടുത്തിട്ട് ഷാഫി വന്ന്. ഓനൊരു ബൈക്ക് മേല്, മറ്റേ ബൈക്ക് മേലെ ഓരോ ഫ്രണ്ട് ഉണ്ട്. ഈ ഷാഫിന്റെ ബൈക്കിന്റെ വേക്കും ഒരാളുണ്ട്. അപ്പൊ എന്നോട് ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ആൾക്കാരെ ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ കോണി കയറി അങ്ങ് പോയി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, എന്തോ ഒരു പരിപാടി വേല നടക്കുന്നത്. കാരണം അതുവരെ ഞാൻ കാണുന്നുണ്ട് കുറെ ഇൻസൈഡ് ആക്കിയ ആൾക്കാരോ കയ്യിൽ എന്തോ കവറെല്ലാം പിടിച്ചിട്ട് കുറെ ആൾക്കാർ കയറുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് കല്യാണം തന്നെ ആയിരിക്കുന്നത്, കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കയറുന്നത്. പിന്നെ കുട്ടികളെല്ലാം കയ്യെല്ലാം പിടിച്ചിട്ട് കുറെ ആൾക്കാർ കയറുന്നുണ്ട്. നമ്മളങ്ങനെ ഇതിനു മുമ്പേ കണ്ട ഡയറക്ട് സെല്ലിംഗ് എന്നെല്ലാം പറഞ്ഞാല് ഫുള്ളി യങ്സ്റ്റേഴ്സ് ഒക്കെ, ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന കമ്പനി. പക്ഷെ ഇത് അങ്ങനെ കൂടുതൽ ഇങ്ങനെ യങ്സ്റ്റേഴ്സിനൊന്നും കണ്ടിട്ടില്ല. അപ്പോ യങ്സ്റ്റേഴ്സ് ഉണ്ടേ, ഇല്ലാന്നല്ല, പക്ഷെ കൂടുതലില്ല. ഒരു കല്യാണത്തിന്റെ ഒരു വൈബാണ് കണ്ടത്. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് ഷാഫി മുകളിൽ പോയി തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, മീറെ എനിക്കെന്താ പറയാനുള്ള പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഇതെല്ലാം മൂപ്പറെ കേട്ടിട്ട് പറഞ്ഞു, ഇനി പറഞ്ഞെല്ലാം ശരിയാണ്, പക്ഷെ
ജസ്റ്റ് ഇനി ഇതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി നോക്ക്. മുകളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പ്രോഗ്രാം ഒന്ന് കേട്ടിട്ട് എനിക്ക് നല്ലതല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മുകളിലൊക്കെ ഏകദേശം ഒരു 300-400 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എനിക്ക് അവിടുന്ന് മൈക്ക് മേടിച്ചു തരും. ഞാൻ മൈക്കിലൂടെ എന്തായിക്കോ ഇനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞോ. കാരണം ഇനി എന്നെ മാത്രം നിർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നാട്ടുകാർ മൊത്തത്തിൽ ഇതിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം നിർത്തിക്കാന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു 10-400 ആളെ ഈ ബിസിനസ് നിർത്തിക്കാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. സത്യത്തിൽ മൈക്കിലൊന്നും സംസാരിക്കാൻ വലിയ കഴിവൊന്നും എനിക്കില്ല. പക്ഷെ വെറുതെ ഒരു തള്ളിന് ലെവലിലേക്ക് സംസാരിച്ചു. ഞാൻ പറഞ്ഞാ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോളിലേക്ക് കയറിയതാണ്. അപ്പൊ ഒരു 400 ആൾക്കാരെ നിർത്തിക്കാൻ വേണ്ടി ഹോളിലേക്ക് കയറിയ നബീറാണ് തിരിച്ചു വരുന്ന സമയത്ത് ഇത് ചെയ്യണം, ഇത് ശക്തമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയത്. അത് എന്തുകൊണ്ടാന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പൊ അവിടെ കയറിയ സമയത്ത് ഒരാൾ ഭയങ്കര ആവേശത്തിൽ MC എടുത്ത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഭയങ്കര ആവേശത്തിൽ അല്ലെ, അഫ്സൽ സർ DTC ഇപ്പൊ ഭയങ്കര ആവേശത്തിൽ ഇവിടെ MC എടുത്തില്ലേ, ഗുഡ് മോർണിംഗ് എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും MC എടുത്തത്. അതുപോലെ തന്നെ അവിടെ ഒരാൾ ഭയങ്കര ആവേശത്തിൽ ഹലോ ഗുഡ് മോർണിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാൾ MC എടുത്തത്. ബാക്കിയുള്ള ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഏതടോ പോടോ എന്നുള്ള രീതിയിൽ എന്റെ അന്നേരത്തെ ഒരു വൈബ് അങ്ങനെയാട്ടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചോദിക്കും ഇവരെന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അന്നേരത്തെ ഭാഷയിൽ പറഞ്ഞതാണ്. ഇവരേതാന്നുള്ളൊരു രീതിയിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അടുത്തൊരാളെ GTS എടുക്കാൻ വേണ്ടി ക്ഷണിച്ച് ഭയങ്കര ആവേശത്തിൽ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഭാഗ്യമാണ് പറയണേ. ഞാൻ പറഞ്ഞ ഭാഗ്യം ഇവിടെ വന്ന് നിങ്ങളെല്ലാം ഇത് തള്ളുകയൊക്കെ വന്ന് കുത്തിരുന്നല്ലേ, ഒരു ഭാഗ്യമല്ല എന്നല്ലേ. ഞാൻ ഓരോന്ന് എന്ത് പറയാൻ ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ GTS എടുക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് അങ്ങനെ ഒരാൾ GTS എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോ GTS എടുക്കുന്ന ആള് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതായത് സ്ലൈഡിലാണ് എടുത്തത്. റോബർട്ട് ഡോഗ്യാസിന് ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്കും മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ശരിയാണല്ലോ. അപ്പോ ലോകത്തിൽ 4 തരത്തിലുള്ള ആൾക്കാരുള്ളത് ശരിയാണ്. ഞാനിതിനെ മനസ്സിലാക്കിയ കാര്യം ശരിയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള സംഭവം തന്നെയാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ശരിയാണെന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിച്ച്. എൻ്റെ അന്നേരത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രാവിലെ ഓരോ കുറ്റി പുട്ട് തിന്ന ആൾക്കാരാണ് ആദ്യം വിളിച്ചത്. ആദ്യം ഒരു കുറ്റി പുട്ട് തിന്ന ആൾക്കാരാണ്, വേറെ ആരെയല്ല. ഇതിൽ കുറെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്. കണ്ട ഫൗസിയ TC, ഫൗസിയ മേഡത്തിനെ കാണുന്നുണ്ട് TC. അതുപോലെ തന്നെ നെലീഫ മേഡത്തിനെ കാണുന്നുണ്ട്. അങ്ങനെ കുറെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്. എല്ലാവരെയും പേര് ഞാൻ പറയുന്നില്ല, ഇന്ന് തീരലുണ്ടാവില്ല, അത്രയും ആളുകളുണ്ട്. അപ്പോ ഇങ്ങനെ കുറെ TC ലീഡേഴ്സിനെ വിളിച്ചു. അവര് രാവിലെ തന്നെ ഓരോ കുറ്റിപ്പൊട്ട് നിന്നിട്ടാ വന്നത്. ഇവരതായിട്ടുള്ള രീതിയിൽ തള്ളും. എന്റെ അന്നേരത്തെ ഭാഷയിലാണ്, തള്ളുന്നല്ല കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇവരെ ഭാഷയിൽ തള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റി, ഞങ്ങൾക്ക് ഇത്ര വരുമാനം ആഴ്ച കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തള്ളുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് ഇവര് തള്ളുന്ന രീതിയിൽ ഷാഫിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ച ആൾക്കാർ ഒരു 1.5 കുറ്റിപ്പൊട്ട് തിന്ന് വന്ന ആൾക്കാരാണ് ഏരിയ ടീം കോർഡിനേറ്റർ ലീഡേഴ്സ്. ഇതിലും കുറെ ആൾക്കാരുണ്ടോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഇവരും അത്യാവശ്യം നേരത്തെ പറഞ്ഞ TCനേക്കാളും കൂടുതൽ ഇവര് തള്ളി. അങ്ങനെ ഈ റാങ്ക് കൂടുന്തോറും പുട്ടിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ അവിടത്തേക്ക് വിളിച്ച മെയിൻ തള്ളന്മാർ എന്ന് പറഞ്ഞാല് STC ലീഡേഴ്സ് ആണ്. അങ്ങനെ STC ലീഡേഴ്സിനെ അവിടെ വിളിച്ചു. റസീന മേഡത്തിനൊക്കെ കാണുന്നില്ല നിങ്ങള്. അപ്പൊ ഇതുപോലെയുള്ള ലീഡേഴ്സ് ഇവരൊരു 5-6 കുറ്റിപ്പൊട്ട് നിന്നിട്ടാണ് വന്നത്. ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബിസിനസ്സിൽ വന്നതും ഇവർ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഇവർക്ക് കിട്ടിയ നേട്ടങ്ങളും ഇവര് കാറെടുത്തതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നടന്നു തന്നെ എമ്മാതിരി തള്ളുന്ന രീതിയിലാ പിന്നെ ഇരിക്കുന്നത്. ഇപ്പൊ ഇടക്കിടെ ഞാൻ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനാണ് ഷാഫിന്റെ ഭാഗത്തെങ്കിൽ അല്ലെങ്കിൽ ഷാഫിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറയും ഇവിടെ ഒന്ന് എണീച്ച് പോയി തരുമെന്ന് ചോദിക്കും. കാരണം ആ ലെവൽ ഇടങ്ങാറാക്കലാണ് ഞാൻ ഇടങ്ങാറാക്കുന്നത്. പിന്നെ എന്റെ അടുത്ത് ചിലപ്പം വേറെയും ടീമിലുള്ള വേറെയും കുറെ എന്താക്കിയിട്ടുണ്ടാവും ആളുകൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന് എന്റെ ചിലപ്പോൾ അടുത്ത് ഇരുത്തിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഇരുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അന്ന് മുതലേ അന്നത്തോടു കൂടെ ബിസിനസ് ആണെന്ന് കേട്ടിട്ടുണ്ടാവും, അതിലോട്ട് അങ്ങ് പോയിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താ അമ്മാതിരി എന്തെല്ലോ കമന്റാ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരത്തെ വിവരം ഇപ്പം തന്നെ അറിയായിരിക്കും എത്ര ഏജ് ഉണ്ട് എന്നുള്ള. അന്നേരം എത്ര ഏജ് ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. 4-4.5 ഒരു 5 കൊല്ലം മുമ്പെയാണ്. അപ്പോ അങ്ങനെ ഇങ്ങനെ ഓരോ കമന്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഷാഫി ഇങ്ങനെ പറയുന്നുണ്ട്, എടോ അനങ്ങാണ്ട് നിൽക്ക്, കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം വേറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ എക്സ്പീരിയൻസ് പറഞ്ഞ RTC ലീഡേഴ്സിനെ വിളിച്ച് NTC ലീഡേഴ്സിനെ വിളിച്ച് അങ്ങനെ അവസാനം അവിടത്തേക്ക് ഒരു ലീഡറെ വിളിക്കുന്നത്. അതുവരെയുള്ള ആൾക്കാരെ വിളിച്ചത് 2.5 ലക്ഷം 2 ലക്ഷം മേച്ചിട്ടുള്ള TC ലീഡേഴ്സ്, 5 ലക്ഷം 5 ലക്ഷം മേച്ചിട്ടുള്ള ATC ഇങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ അവസാനത്തെ വ്യക്തിനെ വിളിക്കുന്നത് ഭയങ്കര ആവേശത്തിലാണ്. അതായത് അതന്നെ ചോരത്തിളപ്പ് ആരോ കമന്റ് അടിച്ചിട്ടുണ്ട്, അതന്നെ സംഭവം. അപ്പോ ചെറുപ്പത്തിന്റെ ഒരു ചോരത്തിളപ്പുണ്ട്, അതുകൊണ്ടാണ് വെറുതെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവസാനം ഒരു വ്യക്തിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അതായത് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ തന്നെ പകരം വെക്കാനില്ലാത്ത എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ആചാര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. നമുക്കതൊന്നും ഇല്ലല്ലോ. അപ്പോ വിളിക്കുന്നത് അങ്ങനെയാണ്. ലക്ഷറിയസ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ഇന്ന ലീഡറിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡറെ കൺക്ലൂഡിങ് സെക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ക്ഷണിച്ച്. അപ്പോ ഞാൻ വിചാരിച്ചൊരു എന്താ പറയാ, അമിതാഭ് ബച്ചന്റെ പൊക്കോ പിന്നെ ഷെയർഖാന്റെ ലുക്ക്
വാക്കിലുള്ള ഒരാൾ ഇപ്പം കയറി വരുന്നു. കാരണം നമ്മളൊരു കാഴ്ചപ്പാട് അതാണല്ലോ. നോക്കുമ്പോൾ അതൊന്നുമില്ല, വലിയ ഹൈറ്റ് ഒന്നുമില്ല. വലിയ ഹൈറ്റ് തന്നെ എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത എന്നെക്കാളും ചെറിയൊരു വ്യക്തി, അതും ഒരു വയനാട് സ്വദേശിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അപ്പൊ എല്ലാവരും എണീച്ചിരുന്നു, ഞാൻ മാത്രം എണീച്ചിരുന്നില്ല. കാരണം നമുക്ക് ഏത് ബഹുമാനമൊന്നും ഇല്ലല്ലോ, ഇവരേതാ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമുക്ക് എന്താ ITC വന്ന് കണ്ടേരോ. അപ്പോ ബാക്കി എല്ലാവരും എണീച്ചത് ഹോളിൽ എണീച്ചിരിക്കാത്ത ഞാൻ മാത്രം. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോ മൂപ്പർ സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജിലേക്ക് കയറുന്നത് വരെ ഞാൻ കണ്ടില്ല. സ്റ്റേജിൽ കയറിയാണ് കണ്ടത്. സ്റ്റേജിൽ കയറി പൊന്നാട കൊടുത്ത്, ബൊക്ക കൊടുത്ത്, മാല കൊടുത്ത്. ഞാനുണ്ട് ചിരിക്കുന്നു ഇപ്പറ ഷാഫിനോട്, ഇയാളാണ് ജില്ലാ കളക്ടർ ഇതെല്ലാം കൊടുക്കാന്, ബൊക്കെ മാല മറ്റേ പൊന്നാടെല്ലാം കൊടുക്കുക, ഇയാളെന്താ ജില്ലാ കളക്ടർ ആണെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഷാഫി ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഷാഫി അറിയുന്നുണ്ടോ, ഒച്ച ഉണ്ടാക്കലടോ, സൗണ്ട് ഉണ്ടാക്കലടോ, ഞാനെങ്ങാണ്ടിക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സംസാരിക്കാന്നുള്ള ഇതിൽ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം അദ്ദേഹത്തിന്റെ ഒരു വീട്, പഴയ ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞാ ഫുൾ ഇറ്റാലിയൻ മാർബിൾസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാടോ ഇയാൾക്ക് ഭ്രാന്താണോ, ഇറ്റാലിയൻ മാർബിൾസ് ആ വീടിന്? അപ്പൊ പറഞ്ഞു എടോ തമാശ പറയുന്നതാണോ, അതെങ്കിലും മനസ്സിലാക്ക്. ഇങ്ങനെ ഓരോന്നിനോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു പഴയ വീട് കാണിച്ചിട്ട് പറഞ്ഞ് പുള്ളിക്കാരന്റെ വീടായിരുന്നു അത്. മൂപ്പർ നല്ലൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനുശേഷം മൂപ്പർ ആ വീടൊക്കെ അച്ഛനെ കൊണ്ട് വിപ്പിച്ചിട്ട് ഒരു പ്ലാന്റേഷൻ തുടങ്ങിയതാണ്. അതിനുശേഷം ഒരുപാട് മേഖലയിൽ, അതായത് പ്ലാന്റേഷൻ തുടങ്ങുന്ന സമയത്ത് കാർഷിക മേഖല നല്ല രീതിയിൽ പോകുന്ന സമയമായിരുന്നു. 24 ഉറുപ്പ്യേറ്റം 1 കിലോ തേയിലക്കുള്ള സമയത്താണ് കൃഷി തുടങ്ങിയതെങ്കിൽ മൂപ്പർ പ്ലാന്റേഷൻ സെറ്റ് ചെയ്ത് തുടങ്ങിയാണെങ്കിൽ, പ്ലാന്റേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 24 എന്നുള്ളത് ഏകദേശം 8 ഉറുപ്പ്യയിലേക്കും 9 ഉറുപ്പ്യയിലേക്കും ഒക്കെ എന്ത് പോയി, 1 കിലോ തേയിലക്ക് ഉള്ള റേറ്റിലേക്ക് പോയി. അപ്പോ ലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ കച്ചവടം ലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവസ്ഥ വന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതിനുശേഷം മൂപ്പർ ഈ കൃഷി നഷ്ടത്തിൽ പോയ സമയത്ത് അദ്ദേഹം പല മേഖലയിലും 1000 രൂപ വരുമാനം കിട്ടാൻ പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം മൂപ്പർ വർക്ക് ചെയ്ത മേഖല എന്ന് പറഞ്ഞാൽ ടാക്സി മേഖലയാണ്. വയനാട് മാനന്തവാടിയിൽ ഒരു ടാക്സി ഇട്ടിട്ട് ആ ടാക്സി ഓടിച്ച് നടന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്തത് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇന്നോവ ക്രിസ്റ്റയും മെഴ്സിഡീസ് ബെൻസും BMW ഒക്കെ മാറി മാറി ഓടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു. അതായത് ടാക്സി ഓടിച്ച് അതേ റൂട്ടിലൂടെ തന്നെ. അപ്പോ ആരല്ലോ എന്തെല്ലോ കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞടാ ഇതെല്ലാം ഇയാളെ തള്ളുന്നില്ല, ഇയാളെ ചിലപ്പോ കേസ്, കാരണം നമുക്കറിയാലേ കോഴിക്കോട് അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലേക്ക്, ഞാൻ കുറ്റ്യാടിക്കാരനാണ്, ഞങ്ങളെ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, ഇത് ചുരം കയറിയിട്ട് പോകണം. അപ്പൊ നിങ്ങളും ചിലപ്പം കോഴിക്കോട് ജില്ലക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ കുറ്റ്യാടി ചുരമുണ്ട്. അപ്പൊ കുറ്റ്യാടി ചുരത്തുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് KSRTC മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ അയാൾ KSRTCയിൽ വന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഈ ഇന്നോവ ക്രിസ്റ്റന്റെ മെഴ്സിഡീസ് ബെൻസിന്റെ BMW തള്ളുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞാൽ അതൊന്നല്ല, മൂപ്പറ വണ്ടി ഉണ്ട്, നമുക്ക് എന്താ പിന്നെ ലാസ്റ്റ് വണ്ടി കണ്ടിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ പിന്നെ ആയിക്കോട്ടെ, അവസാനം നമുക്ക് വണ്ടി കണ്ടിട്ട് സംസാരിക്കാം, എന്നിട്ട് നമ്മൾ കൂടുതൽ ഇനി സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആ ലെവലിലേക്കാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തുടർന്നു പോയി. പക്ഷെ എനിക്ക് ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ, ഡയറക്ട് സെല്ലിംഗ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 14,000 രൂപയെങ്കിലും MRP റേറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നഷ്ടമില്ല. അപ്പൊ പിന്നെ നമുക്ക് പൈസ കൊടുക്കുന്നതിനെ കൊണ്ട് പേടിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു 5,000 രൂപ കൊടുക്കുന്നതാണെങ്കിൽ ഒരു 6,000 6,500 റുപ്യ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ലാഭത്തിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നല്ല, അങ്ങനെയാണെങ്കിൽ നല്ലതാണല്ലോ. പക്ഷെ വെറുതെ ഒരു വസ്തുവിനും കൊള്ളാത്ത പ്രൊഡക്റ്റ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. എന്നിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അപ്പൊ ഒന്നാമത് അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും രണ്ടാമത് പറഞ്ഞ യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നല്ല ഉൽപ്പന്നങ്ങളാണ്, ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്ത് വാങ്ങി ഉപയോഗിച്ചിട്ട് അതിനെ നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടതിന് ശേഷം അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ഇതുവരെ ഞാൻ ഒരു കമ്പനിയും പറയുന്നത് കേൾക്കാത്തൊരു സംഭവമാണിത്. അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രമല്ല, ബാക്കി ഏത് കമ്പനി ആണെങ്കിലും. ഇപ്പോൾ ഏതെങ്കിലും പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്പനിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം നിങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് അതിനെ നിങ്ങൾ അനുഭവിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊന്നും ആരും പറയില്ലല്ലോ. ഇപ്പൊ നമ്മൾ സോപ്പിന്റെ എല്ലാം പരസ്യം കാണലുണ്ടല്ലേ, എനിക്ക് മറ്റേ ഇവള് റെക്കമെൻഡ് ചെയ്തു, ഇവക്ക് മറ്റേ ഓള് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള സോപ്പിന്റെ എല്ലാം പരസ്യം കാണലുണ്ട്. പക്ഷെ ആരും എന്ത് പറയാറില്ല, നല്ലതാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങും നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേട്ടത്.
നമ്മൾ നല്ല ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കും, ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ലൊരു കോൺഫിഡൻസോട് കൂടി ഇത് പറയുന്നുണ്ടെങ്കിൽ നല്ല ഉൽപ്പന്നം അല്ലെങ്കിൽ എന്തായാലും പറയൂലല്ലോ എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഞാൻ എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്തില്ല എന്ന്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു കാരണം, എന്റെ പൈസ പോകുന്നതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ എന്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ട് എന്റെ കൂടെ വരുന്ന എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും പൈസ പോയി പോരുത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലും കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഇതിലൊരു ടീം ഡെവലപ്പ് ചെയ്യണം. നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിൽ വരുന്ന ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ കൂടെ ഒരു ബന്ധു ഒരു സുഹൃത്തും വന്നു. പിന്നെ നമുക്ക് ആദ്യത്തെ വരുമാനമൊക്കെ നമുക്ക് പർച്ചേസൊക്കെ മേടിക്കാം. രണ്ടാമത് നമുക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബന്ധുവിനും ഈ സുഹൃത്തിനും വരുമാനം മേടിച്ചു കൊടുത്താൽ മാത്രമേ വരുമാനം കിട്ടുന്നുള്ളത്. ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഇതിനു മുമ്പേ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഒരുപാട് ബിസിനസ്സുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഓണർ, ഓക്കെ, നിങ്ങളൊരു ടെക്സ്റ്റൈൽസിന്റെ ഓണറാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോ നിങ്ങളെ ഒരു അനിയെ നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഇട്ട് നിങ്ങൾ വിചാരിക്കോ അനിയനെ നല്ലോണം കച്ചവടം നടക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കോ? ഒരിക്കലും വിചാരിക്കില്ല. മറിച്ചെന്നാ വിചാരിക്കുക, അനിയന്റെ മാക്സിമം കച്ചവടം പൂട്ടിപ്പോട്ടെ എന്നാ വിചാരിക്കും. കാരണം എന്താ, അനിയന്റെ കച്ചവടം കുറഞ്ഞാലേ നമ്മളെ കച്ചവടം കൂടും. കാരണം നമ്മൾ അടുത്തടുത്തുള്ള ഇതാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണ്, നമ്മളൊരു അനിയന അല്ലെങ്കിൽ ഒരു അനിയത്തീന അല്ലെങ്കിൽ ഒന്നും അറിയാത്ത നമ്മളെ ഏതോ ഒരു ബന്ധത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതോ ഒരു സുഹൃത്ത് ഈ ബിസിനസ് അവസരം നമ്മൾ മുഖേന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, അവന്റെ കച്ചവടം കൂടട്ടെ അല്ലെ, അവന്റെ കച്ചവടം കൂടട്ടെ, അവനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. കാരണം എന്താ, അവന് കൂടുതൽ വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്കും കൂടുതൽ വരുമാനം കിട്ടുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടില്ല. ഇതിനും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങളും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലായി. എന്നാലും എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞു. എന്റെ ഏറ്റവും വലിയ സംശയം ഇയാള് KSRTC-യിലാണോ വന്നത് അല്ലെങ്കിൽ കാറിലാണോ വന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ വണ്ടി കണ്ടതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളത്. അപ്പോ എന്നെയും കൂട്ടി കൺക്ലൂഡ് ചെയ്ത ആളെ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി. കാരണം താഴെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക, അറിയാലോ, മേലെ പാർക്ക് ചെയ്യാനാവില്ലല്ലോ, ഹോളിലേക്ക് കയറ്റാനാവില്ലല്ലോ. അപ്പോ താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നെയും കൂട്ടിയിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു വണ്ടി കാണിച്ചത്. വണ്ടി ഒന്നല്ല, വണ്ടി കണ്ടേരം തന്നെ എനിക്കിങ്ങനെ ആവേശമായി. കാരണം നേരത്തെ ആരോ ഒരു കമന്റ് ഇട്ടിട്ട് ചോരത്തിളപ്പ്, അറിയാലോ ചെറുപ്പക്കാരനാണ്, ചോരത്തിളപ്പുണ്ടാവും. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രേസ് ആണ് നല്ല നല്ല വണ്ടികളുണ്ടല്ലോ. അപ്പോ ഈ വണ്ടി കണ്ടത് എനിക്ക് ഭയങ്കര ആവേശമായി. കാരണം വണ്ടി എന്ന് പറയുന്നത് BMW ഒരു വണ്ടിയാണ്. അപ്പോൾ BMW ഒരു നീല വണ്ടി, അതും KL72 രജിസ്ട്രേഷൻ, വയനാട് രജിസ്ട്രേഷൻ. അന്നേരം തന്നെ മനസ്സിലായി ഇയാളെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ പറഞ്ഞ് മൂപ്പർ വാടകയ്ക്ക് എടുത്ത് വന്നായിരിക്കും, ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാറാ വാടകയ്ക്ക് കിട്ടാത്തത്, കാറ് വാടകയ്ക്ക് എടുത്ത് വന്നിട്ട് ഏത് തള്ളായി തള്ളുന്നത്. കാരണം ഞാൻ സമ്മതിച്ചു കൊടുക്കൂല, അന്നേരം നമ്മൾ തോറ്റുപോകല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുക്കാൻ നിന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അത് നല്ല മൂപ്പറ വണ്ടി തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താക്കി, ഇവൻ കാണാണ്ട് ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് പരിവാർ എന്ന് പറയുന്ന സൈറ്റ് എടുത്ത് അതില് ഈ ഒരു വണ്ടീന്റെ നമ്പർ അടിച്ചു കൊടുത്ത് ഒന്നാം നമ്പർ ഇട്ടാ. അപ്പൊ ഈ വണ്ടീന്റെ നമ്പർ KL72 അടിച്ച് വണ്ടടിച്ച് അങ്ങനെ എനിക്കൊരു അങ്ങനെ ലോഡ് ചെയ്ത് ഈ ഒരു പേര് കാണാൻ വേണ്ടി പറ്റി. അന്ന് എനിക്ക് ആ പേര് കണ്ട സമയത്ത് എനിക്ക് വലിയ വികാരമൊന്നും തോന്നിക്കില്ലെങ്കിലും ഇന്ന് ആ പേര് കേൾക്കുമ്പോൾ കണ്ട രോമണീച്ചു. അതാണ് ആ ഒരു പേരിന്റെ പ്രത്യേകത. ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ഏകദേശം 75 കോടിയൊക്കെ മേച്ച് ചെയ്തിട്ട് ഇന്ന് വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എന്റെ ക്രിയേറ്റ് ലീഡർ, മെന്റർ ആൻഡ് മോട്ടിവേറ്റർ നമ്മുടെ MS പ്രസാദ് സാർ ആയിരുന്നു. അത് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ. മട്ടത്തിൽ സുകുമാരൻ പ്രസാദ് എന്നാണ് എനിക്കന്ന് അവിടെ നിന്ന് ആ ഒരു പേര് കാണാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി വെറുതെ തള്ളല്ല, ഇതൊക്കെ ഉള്ളതാന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കൂലല്ലോ. കാരണം എന്താ, നമ്മളോനെ നിർത്തിക്കാൻ വന്നാണല്ലോ, അപ്പൊ സമ്മതിച്ചു കൊടുത്താൽ പോയില്ലേ. അപ്പോ അങ്ങനെ തിരിച്ച് ഹോളിലേക്ക് തന്നെ ഹോളിൽ കയറി എന്റെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലീഡർ കയ്യിൽ ഇങ്ങനെ കോട്ടും പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ലീഡർ എന്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് കുറെ കാര്യങ്ങൾ, ഞാൻ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കും, ബാക്കിയുള്ള ആളുകളൊന്നും സംശയം ചോദിക്കുന്നില്ല. അപ്പോ എന്നോട് ഈ വ്യക്തി പറഞ്ഞു, സാറിന്റെ സംശയങ്ങളിൽ ലാസ്റ്റ് ക്ലിയർ ചെയ്യാൻ. കാരണം എന്താ, ഞാനൊരുമാതിരി കുണ്ട് ചോദ്യമാണ് ചോദിക്കുക. അപ്പോ പുള്ളിക്കാരൻ അന്നേരം തന്നെ
കാര്യങ്ങൾ പറഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ, കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം പെട്ടെന്ന് ഇവർക്കൊന്നും സംശയമൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞ, എന്നിട്ട് ഞാൻ പിന്നെ ഓരോ കുണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനം എന്നെ കൊണ്ട് വയ്യാതായിട്ട് ലാസ്റ്റ് എന്റെ കൈ പിടിച്ചിട്ട് എന്നെ ഒരു സൈഡിൽ, അതായത് ഹോളിന്റെ ഒരു സൈഡിൽ ഒരു കസേരയിട്ടാണ് എന്നോട് പറഞ്ഞ്, സാറേ സാർക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, സാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവെല്ലാം ഒരു പൊട്ടന്മാരാണ്, കാരണം ഒരു ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ സാർ എന്താക്ക്, ഇവിടെ ഇരിക്കും, സാറിന്റെ എല്ലാ സംശയങ്ങളും അവസാനം ക്ലിയർ ചെയ്തിട്ട് തന്നിട്ട് മാത്രമേ എന്താക്കൂ ഇവിടുന്ന് വിടുന്നത്. എനക്കൊരു കാര്യം മനസ്സിലായി, സാധാരണ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ, ക്ലാസ്സിൽ ഏത് കുട്ടീനെയാ പുറത്താക്കുക? നല്ലോണം പഠിക്കുന്ന കുട്ടീനെയാ, നല്ല ബുദ്ധിയുള്ള കുട്ടീനാ? അല്ലല്ലോ. ക്ലാസ്സിൽ കുരുത്തക്കട കളിക്കുന്ന കുട്ടീനെ പുറത്താക്കും, അല്ലേ? നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എനക്ക് മനസ്സിലായി ഞാനെന്തോ പറഞ്ഞത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ അതൊന്നുമല്ല, മൂപ്പർ എന്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഇവരോടെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരിക്കലും ഒരു 500 റുപ്യ കൊടുത്തിട്ട് വിട്ട്. സത്യത്തിൽ 500 റുപ്യ കൊടുത്തതല്ല കേട്ടാ, ക്ലോസിംഗ് ആണ്. അതൊരു അഡ്വാൻസ് വെച്ച് ക്ലോസ് ചെയ്യുമല്ലേ. ഞാൻ വിചാരിച്ചു 500 റുപ്യ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോളി. അപ്പൊ എന്താണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ഇവരെല്ലാം കുറെ ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവരൊക്കെ പോയി. അവസാനം ഞാനും ഇയാളും ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഷാഫിയും മാത്രം ഈ ഹോളിലായി. പിന്നെ സംഘാടകരുണ്ടാവല്ലോ, ഒരു കസേലൊക്കെ പിടിച്ചിടുന്നുണ്ട്, ഇതൊക്കെ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പൊ സംഘാടകർ മാത്രമുണ്ട്. അപ്പൊ എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ കുറെ സംശയങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. അന്ന് ആ കയ്യിൽ കോട്ടും പിടിച്ച് വന്ന വ്യക്തി DTC റാങ്കിലാണ് കേട്ടോ, DTC റാങ്കിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, മൂപ്പർക്ക് കഴിഞ്ഞ ആഴ്ച 2/10. കാരണം ഐറ്റ ആവേശത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. ഇതിൽ DTC ലീഡേഴ്സ് ഉണ്ടാവും. DTC ലീഡേഴ്സിന് കഴിഞ്ഞ ആഴ്ച 2/10 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എന്തായാലും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ടോട്ടൽ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോ പക്ഷേ മൂപ്പർക്ക് എന്നോട് സംസാരിക്കുന്നതിന്റെ കഴിഞ്ഞ ആഴ്ച ഏകദേശം 3000-4000 റുപ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൂപ്പറെ സംസാരത്തിന് ഒരു ആവേശം കണ്ടിട്ടാൻ വേഷം മൂപ്പർക്ക് കഴിഞ്ഞ ആഴ്ച 2/10. കാരണം ഭയങ്കര ആവേശം സംസാരിച്ചേ. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ളൊരു കാരണം അതായിരുന്നു, പുള്ളിക്കാരന് 2/10 കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മൂപ്പർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് എനിക്ക് മൂപ്പർ നമ്പർ എന്നിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഒരു റുപ്യ പോലും ഇല്ല, ഇന്ന് ഞാൻ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് എന്തായാലും ചെയ്യണമെന്നുണ്ട്, ഞാനൊന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അങ്ങനെ ഇറങ്ങി. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ അതിന് ശേഷം കുറെ പഠിച്ചു നോക്കി. ഞാൻ കുറെ യൂട്യൂബെല്ലാം എടുത്തിട്ട് എങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കാന്നുള്ള ജസ്റ്റ് അടിച്ചു നോക്കി. അപ്പൊ 1-2 വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ കുറച്ചും കൂടെ സംശയങ്ങളുണ്ടായി. അങ്ങനെ സംശയങ്ങളെല്ലാം ഇടയ്ക്ക് ഈ ആളെ നമ്പർ മേടിച്ചിരിക്കല്ലോ, DTC ലീഡറെ. അപ്പൊ ഇവരെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ അങ്ങനെ സംശയങ്ങളെല്ലാം ചോദിച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. എന്നെ ആരും ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ, അതാ കോമഡി. കാരണം ഞാൻ ഫുള്ളി നെഗറ്റീവ് അടിച്ചിട്ട് ഷാഫി വിചാരിച്ചത് ഇവനെ നീ ചെയ്യുമെന്നില്ല, ഇവനെ വിളിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, കാരണം ഓനെ കൂടെ നെഗറ്റീവ് ആകുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് ഇവരൊക്കെ വന്നു. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേരൊക്കെ എന്തൊക്കെ വേണമെന്നല്ല ചോദിച്ചപ്പോൾ എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ലിസ്റ്റ് എന്നോട് ചോദിച്ച് ഇത് 5000-ന് വേണോ 3000-ന് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 3000-ന് വേണോ. അപ്പൊ എന്നോട് പറഞ്ഞു ID ആക്ടിവേഷൻ ആക്കണം, 5000 ആണ് ID ആക്ടിവേഷൻ ആക്കാനുള്ള പൈസ, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നാളെയോ മറ്റന്നാളോ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3000 രൂപ കൊടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ മൈലേഷ്യൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞില്ല 5000-ന് വേണോ 3000-ന് വേണോ എന്ന് ചോദിച്ചാൽ വേറൊന്നല്ല, MRPക്ക് വേണോ DPക്ക് വേണോ, നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ വില പറഞ്ഞിട്ട് മാത്രമേ വാങ്ങും. അപ്പൊ ബുദ്ധിയുണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു 3000-ന് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 3000 രൂപ കൊടുത്തിട്ട് ആദ്യമായിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂടുതൽ പഠിക്കാൻ വേണ്ടി പല പല പ്രോഗ്രാമിലൊക്കെ പോയി. അങ്ങനെയാണ് എന്താ പറയാ, ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പോയ സമയത്ത് ഈ ബിസിനസിനെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറിയ ചെറിയ ടീമൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ടീം എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള യങ്സ്റ്റേഴ്സിനാണ് ഫസ്റ്റ് ഞാൻ ടീം സെറ്റ് ആക്കിയത്. കുറെ എന്റെ കമ്പനിക്കാരും അല്ല എനിക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാം എനിക്ക് ഈ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അന്നേ ഞാൻ വിചാരിക്കില്ലേ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലുള്ള കുറെ ആൾക്കാർ എന്റെ ബിസിനസ്സിൽ വരും, പിന്നെ കുറെ കുട്ടികൾ ഉണ്ടാവും, കുട്ടികൾ മീൻസ് യങ്സ്റ്റേഴ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ എന്റെ പ്രായത്തിലുള്ള ആളുകൾ എന്റെ ടീമിലുള്ളൂ. ബാക്കി മൊത്തം എന്നേക്കാളും കഴിവും കപ്പാസിറ്റി എന്നേക്കാളും പ്രായമുള്ള എന്താ പറയാ, ഇപ്പൊ ബ്രാൻഡ് ന്യൂ ഒരു STC വന്നിട്ടുണ്ട് ടീമിൽ, സുധീഷ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ ഏകദേശം ഒരു 56 ലക്ഷം റുപ്യന്റെ മുടക്കിയിട്ട് ഒരു വലിയൊരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു ടെക്സ്റ്റൈൽസിന്റെ മുതലാണ്. ഇന്നലെ കോഴിക്കോട് GTSന് വന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ അവിടുന്ന് പുള്ളിക്കാരൻ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം കരിയറായിട്ട് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്ന് എന്താ പറയാ ഷോപ്പൊക്കെ പൂട്ടി ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് അങ്ങനെയുള്ള ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പോ ഒരു 5 റിട്ടയർഡ് SI മാർ ഇന്നെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരാള് ഇപ്പൊ കഴിഞ്ഞ 3 മാസം കൊണ്ട് ടീം കോർഡിനേറ്റർ
കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നേക്കാളും കഴിവും എന്നേക്കാളും കപ്പാസിറ്റി ഉള്ള ടീച്ചർമാരും അങ്ങനെയുള്ള ഒരുപാട് പല പല കാറ്റഗറിയിലുള്ള വലിയ വലിയ വിദ്യാഭ്യാസവും കഴിവും കപ്പാസിറ്റി എന്നേക്കാളും ഏജും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരൊന്നും ഞാൻ കൊണ്ടുപോകുന്നതോ അല്ലെ എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല കേട്ടോ. അതൊക്കെ ഈ ബിസിനസ് അവസരം കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ടീമിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ അന്നത്തെ സമയത്ത് കുറച്ച് കുറച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ എന്റെ ടീമിൽ വന്നു. അങ്ങനെ ഒരു ദിവസം എന്നോട് എന്റെ അപ്ലൈൻ ലീഡർ എന്നോട് പറഞ്ഞു, സർ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ്, 2 ദിവസത്തെ പ്രോഗ്രാം ആണ്, സാർ എന്തായാലും വരണം. ഞാൻ പറഞ്ഞു ഞാനുണ്ട്. അപ്പോ കാരണം എന്ത് കേൾക്കുമ്പോൾ പറയും ഞാനുണ്ട്. ഇതിനു മുമ്പേ ഞാൻ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം എല്ലാം 100 അല്ലെങ്കിൽ 50 30 ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ച് അത്ര തന്നെ 100-200 ഉറുപ്പ്യ ഉണ്ടാവും, 2 ദിവസം ഫുൾ ട്രെയിനിങ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ പങ്കെടുക്കാൻ പറ്റൂല സാർ, ആദ്യം രജിസ്റ്റർ ചെയ്യണം, പേര് കൊടുക്കണം, അതുപോലെ തന്നെ പേര് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ രജിസ്റ്റർ ചെയ്യാൻ എന്താ വേണ്ടേ? ഒരു ഫോട്ടോ അയച്ചാൽ മതി, പിന്നെ ഒരു 3500 രൂപ ഉണ്ടാവും, 2 ദിവസം ട്രെയിനിങ് ആണ്, 3500 ഉറുപ്പ്യ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യത്തെ കാര്യം ഓക്കെ ഫോട്ടോ അയക്കാം, പക്ഷെ 3500 ഒന്നും കൊടുത്തിട്ട് എന്റെ പ്രോഗ്രാമിൽ ഇടുന്നത് എനിക്ക് തോന്നില്ല. കാരണം എന്താ, ഇതിലിപ്പം പല ആൾക്കാർ എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയാ, അവർ പണ്ട് ചെയ്ത ജോലികളും അതിന്റെ കഷ്ടപ്പാടെല്ലാം പറയാം. എനക്ക് അങ്ങനെ പറയാൻ ഒന്നുമില്ല. കാരണം ഞാൻ ഒരു പണിക്കും പോയില്ല ഇതിനു മുമ്പേ, ഞാൻ പഠിക്കുന്നതിനും. അപ്പൊ നോർമലി കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പഠിക്കലും പോകും, ഞാൻ അതും പോയിക്കില്ല. എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പഠിക്കും. ഒരു ദിവസം ഞാൻ കാറ്ററിങ്ങിന് പോയി, വേറെ ഒന്നിനും ഞാൻ പോയിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ തന്നെ പൈസ തരണം. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു, എനിക്ക് എന്തായാലും നടക്കൂല. അപ്പൊ എന്നോട് പറഞ്ഞു സാറേ ഈ പ്രോഗ്രാമിന് സാർ 3500 രൂപ കൊടുത്തിട്ട് പങ്കെടുത്തിട്ട് സാർക്ക് ഒരു 35,000 ഗുണമെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ 3500 രൂപ ഞാൻ തിരികെ തരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. പിന്നെ എന്നോട് പറഞ്ഞ് നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, അതിൽ കളിക്കാൻ പറ്റും, പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് ഞാനും ആവേശം, ഒരു റിസോർട്ടിൽ വെച്ചിട്ട് ആ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവല്ലോ, റിസോർട്ടിലാണല്ലോ 2 ദിവസം നിൽക്കാൻ പോകാനോ എന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ വീട്ടിൽ അങ്ങനെ വിസമ്മതമൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്റെ കൂടെ തന്നെ നിൽക്കുന്ന എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. എന്നാൽ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല, തുടക്കത്തിലുള്ള കുറെ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു, എന്നാലും ഏറെക്കുറെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളുടെ വീട്ടിൽ നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് പൈസയൊക്കെ തന്നു. അങ്ങനെയാണ് എന്താക്കുന്നത്, 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ അവിടെ പോയ സമയത്താണ് എന്താണ് ഈ ബിസിനസ് ഉള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു 5-6 ഓളം സെക്ഷനുകൾ ഉണ്ടായിരുന്നു. സെക്ഷനുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ആ ഒരു പ്രോഗ്രാമിൽ ഏത് ലീഡറാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ലീഡർ പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ആ ലീഡർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഒരു വ്യക്തി ഒരു മേഖല, ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു മേഖലയിൽ ഒരു 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് അവർ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി, ആ മേഖലയിൽ ഒരു 10 വർഷം ജോലി ചെയ്ത ഒരാളെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുകയാണ്, പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ടൈലറിങ് നടത്തുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കോ, ഏതെങ്കിലും ഒരു വ്യക്തി, അങ്ങനെയുള്ള ആൾക്കാർ ഇതിലുണ്ടാവും. അവർ വിചാരിക്കുകയാണ് ഇനിയിപ്പോ ടൈലറിങ്ങിനെ കൊണ്ടൊന്നും വലിയ മെച്ചയില്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, കോഴിക്കോട് ഒരു ഓട്ടോ ഇട്ടിട്ട് ഓടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ഓട്ടോ ഇട്ട് ഓടാൻ വിചാരിക്കുക. കാരണം ടൈലറിങ്ങിന് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ ഒരു ഓട്ടോ വാങ്ങിയിട്ട് ഓട്ടോ ഓടാന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളൊരു ഓട്ടോ മേടിച്ച് ഒരു 10 വർഷം നിങ്ങൾ അങ്ങാടിയിൽ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറിച്ച് എന്ത് ചെയ്താൽ മതി, നമ്മളെ പോലെ തന്നെ ഒരു ഓട്ടോ എടുത്ത് 10 വർഷമായിട്ട് ഇതേ അങ്ങാടിയിൽ ഓട്ടോ ഓടുന്ന ഒരു ചങ്ങായി ഉണ്ടാവും. ഓളുടെ ജീവിതം എടുത്ത് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി, നിങ്ങളെ ജീവിതം ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് കുറച്ച് തിരിച്ചറിവുകൾ കിട്ടി. അപ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അപ്പൊ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ ഒരു 10 വർഷം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി, 10 വർഷമൊക്കെ ചെയ്തിട്ടുള്ള ബെല്ലി സാറെ പോലുള്ള വലിയ വലിയ ലീഡേഴ്സിലെ, അതുപോലെ തന്നെ ശൈലേഷ് ബാലൻ സാറൊക്കെ പോലുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവരുടെ ഒന്ന് ജീവിതം എടുത്തൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഒരു 10 വർഷം ഞാൻ ബിസിനസ് ഏറ്റെടുക്കുകയാണ്, ഞാൻ ഇപ്പം ചെയ്യുന്ന മേഖലയൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് കേട്ട് മനസ്സിലാക്കി, ആ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു 10 വർഷം മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഞാൻ ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അത് വെറുതെ മൈലേഷ്യൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഐഡിയ അടിച്ചിട്ടാ പോരട്ടോ. ശൈലേഷ് ബാലൻ സാറും ബെല്ലി സാറും ഒക്കെ ചെയ്തതുപോലെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി, ഇവരെ ജീവിതം എടുത്തൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഇവരെ ജീവിതം പഠിക്കാൻ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട, അടുത്ത ഇവരെ പ്രോഗ്രാം ഇവിടെ ഉണ്ടോ, ഞാൻ കുറെ ലീഡേഴ്സിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ 2 ലീഡേഴ്സിന്റെ മാത്രം പേര് പറഞ്ഞതാണ്. പിന്നെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ലീഡേഴ്സിന്റെ ആരുടെയെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ പോയി നിങ്ങളൊന്ന് ഇരുന്നാൽ മതി. നിങ്ങൾ നാളെ നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും എന്നുള്ളത് ഇവരെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോ
അങ്ങനെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറെ തിരിച്ചറിവുകളൊക്കെ കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കോളേജിലൊക്കെ പോകും. കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പണ്ട് ഇതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊക്കെ ജീവിതമെടുത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തായാലും ഞാൻ ഓൾറെഡി ഒരു 10 സബ് 2 സബിൽ കൂടിയായിട്ട് 10 സബിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്തായാലും പാസ്സാവില്ല എന്നുള്ള മനസ്സിലായി. ഇനി പാസ്സായിക്കുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്റെ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ പല ആളുകളുടെയും ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലായി. ഇതെന്താന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് അന്നേരമില്ല. ഞാൻ ആ കോളേജൊക്കെ നിർത്തി ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്തു തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്ത് മനസ്സിലായത്, ഇത് എന്താന്നുള്ള കറക്റ്റ് മനസ്സിലായി. കാരണം ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇറങ്ങി. നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു മഹാദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ഒരു 30 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഞാൻ എന്റെ കൂടെ പഠിച്ച എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടതായിട്ട് കണ്ട്. വേറൊന്നുമല്ല, ആ ഒരു കോമഡിയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരാള് 3-4 കൊല്ലം പഠിച്ച ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിന്റെ ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 4000 മുതൽ 8000 റുപ്യ വരെ. എന്ന് പറഞ്ഞാൽ സൈറ്റിൽ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സൈറ്റ് എഞ്ചിനീയർ വരുമാനമാണ് കേട്ടോ. അല്ലാണ്ട് നല്ല വരുമാനം മേടിക്കുന്ന എഞ്ചിനീയർമാർ ഉണ്ട്. അത് ഇറങ്ങിയ പാട് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എത്ര വരുമാനമാണ്? 4000 മുതൽ 8000 റുപ്യ. എന്നാൽ അതേ സൈറ്റിൽ ജോലി ചെയ്യുന്ന ബംഗാളികൾക്ക് 20,000 മുതൽ 40,000 രൂപ വരെ കൊടുക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ സ്റ്റാൻഡപ്പ് കോമഡിയിൽ പറയുന്നത്. ഓക്കെ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. ഇപ്പൊ ചെറിയ പൈസക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോ ഇതായിരുന്നു ഇവരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായത്. ഈ തിരിച്ചറിവ് എനിക്ക് അന്നുള്ളത് കൊണ്ട് ഇവർക്കൊക്കെ ഇത് കോളേജിൽ പഠിച്ച് ഇറങ്ങിയ സമയത്താണ് മനസ്സിലായത്. എനിക്ക് അന്നേ ഈ സംഗതി മനസ്സിലായത് കൊണ്ട് ഞാൻ ആ പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ പഠിക്കുന്ന ആരെങ്കിലും കയറിയിട്ട് അവരോടൊന്നും എന്താ പറയാ വിദ്യാഭ്യാസം നിർത്തിയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞാനിത് പല സ്ഥലത്തും എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടിട്ട് എന്റെ കൂടെ ഷംസീർ എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ട്. ഇപ്പോൾ അപ്കമിങ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ലീഡറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് കേട്ടിട്ട് പറയും, ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനും സാറേ കോളേജ് നിർത്തുക, കുറെ വിചാരിക്കുന്നു കോളേജ് എങ്ങനെയാ നിർത്താന്നുള്ളത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, കോളേജ് നിർത്തിയാലേ രക്ഷപ്പെടും. അപ്പൊ ഞാൻ അതെന്താ, അല്ല സാറൊക്കെ എങ്ങനെ കോളേജ് നിർത്തിയിട്ടല്ലേ ചെയ്തത്? അപ്പൊ ഞാൻ പറഞ്ഞടേ, ഞാൻ നിർത്തിയതിന്റെ കാരണം എന്താ, എനിക്ക് കുറെ സപ്ലി ഉണ്ട്, പാസ്സാവില്ല എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ മൈലേശ്വർ മാർക്കറ്റിംഗ് ചെയ്താൽ 100% വിജയിക്കുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ എനിക്കും അങ്ങനെ 100% ഉറപ്പുണ്ട്, മൈലേശ്വർ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ ഞാൻ ചോദിച്ചു, കോളേജ് നിർത്തിയാൽ വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, വീട്ടില് സീൻ തന്നെ ആയിരിക്കും, അതുകൊണ്ട് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ, ഈ കോളേജ് പോകുന്നതിന്റെ കൂടെ തന്നെ ചെയ്താൽ മതി. എന്തായാലും ഇപ്പോ ചില ആളുകളുണ്ടല്ലേ മൈലേശ്വർ മാർക്കറ്റിംഗിൽ വലിയ ഞാൻ ഫുൾ ടൈമർ ആണെന്നെല്ലാം പറഞ്ഞ് നടക്കും. പക്ഷെ ഒരു ദിവസം വർക്ക് ചോദിച്ചാൽ പറയൂ, ഞാൻ ഇന്നൊരു 120 കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുൾ ടൈമർ കാര്യം. അത് പാർട്ട് ടൈമർ പോലും എടുക്കുന്ന വർക്കാണ്. ഫുൾ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി നിങ്ങളെ വിളിച്ചിട്ട് ഒരാള് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വിളിക്കുന്ന, ഹലോ ഹലോ സുലൈമാനെ ഇപ്പൊ സുലൈമാൻ എന്ന് പറയാം, അല്ലെ ഹുസൈൻ സാർ വിളിക്കുന്നത്, ഹലോ ഹലോ ഹുസൈൻ സാർ എന്ന് വിളിച്ചാൽ ഇണിച്ചിട്ട് 2:10 എന്ന് പറയണം. ഇതാണ് ഫുൾ ടൈം മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഉറങ്ങുന്ന സമയത്ത് മൈലേഷ്യൽ മാർക്കറ്റിംഗ് 2:10 ആയിരിക്കണം. എല്ലാണ്ട് ഇത് ഒരു ദിവസം ഒരു 120 കൊടുത്തിട്ട് ഞാൻ ഫുൾ ടൈം വരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇനി പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും കൃത്യമായിട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് മൈലേഷ്യ. പക്ഷെ കൃത്യമായിട്ട് വർക്ക് എടുക്കണം. പാർട്ടിന് ഒരു ടൈം ഉണ്ട്. പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് തലയും കാണിച്ച് പോകുന്നതല്ല പാർട്ട് ടൈം. പാർട്ടിന് ഒരു ടൈം ഉണ്ട്. ഒരു ദിവസം ഒരു 1-2 മണിക്കൂറെങ്കിലും പാർട്ട് ടൈം എന്ന് പറഞ്ഞ ആരാണ് മൈലേഷ്യയിൽ പാർട്ട് ടൈമർ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ് ആര്, മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ പാർട്ട് ടൈമർ. അല്ലാണ്ട് ഇത് ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു 120 കൊടുത്തിട്ട് ഫുൾ ടൈമർ ആണേ കണ്ട ചോര കൈ മുറിച്ച് നോക്കി ചോര മൈലേഷ്യൽ പോസിറ്റീവ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്തായിരിക്കണം, വർക്കിലൂടെ ആയിരിക്കണം നമ്മളത് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോ അതൊക്കെയാ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ മൂപ്പർ എന്ന് പറയുന്ന വേറൊന്നും തെറ്റിദ്ധരിക്കണ്ടട്ടാ. ഞാൻ MDT പഠിച്ചിട്ട് എന്റെ ബ്ലഡിലേക്ക് കുറെ ഭാഷ കടന്നുപോയി. അങ്ങനെയാണ് ഈ ഭാഷ കിട്ടിയത്. അല്ലാണ്ട് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ മൂപ്പർ എന്നൊന്നും പറയൂല. അപ്പോ എന്റെ ഈ ഫ്രണ്ട് ഷംസീർ അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അങ്ങനെ എന്താ പറയാ, കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് ഇപ്പൊ ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് തന്നെ ഏകദേശം ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിൽ ഷംസീർ സാർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരെയും കോളേജ് നിർത്തണം എന്നല്ല പറഞ്ഞത്, അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തു, വളരെ ശക്തമായിട്ട് ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന് ഒരുപാട് ആൾക്കാർ പഠിച്ച് നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 10,000 രൂപ മുതൽ
50,000 അതിൽ താഴെ 4,000 റുപ്യക്കും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും കുറച്ച് പറയുന്നില്ല, 10,000 രൂപ മുതൽ ഒരു 60,000 റുപ്യ വരെ ഒരു മന്ത്ലി കിട്ടുന്ന ഒരുപാട് ആളുകൾ എന്റെ കൂടെ പഠിച്ചിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എന്റെ കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനം 1,22,898 രൂപയാണ്. ഓക്കെ, കൂടുതലൊന്നും പറയണ്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനമാണ് പറഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്റെ വരുമാനം ഒരു 39,000 40,000 റുപ്യ ആയിരുന്നു. പക്ഷെ ടീം എന്നെ നീട്ടിച്ചു. ഏകദേശം 1,00,000ത്തിന്റെ മുകളിൽ വരുമാനം ഉണ്ട് വിത്തൗട്ട് പ്ലാൻ. ഞാൻ വലിയ ഇതായിട്ട് കഴിഞ്ഞ ആഴ്ച വലിയ വരുമാനം കിട്ടുന്ന പ്ലാനിങ് ഒന്നും ഇട്ടില്ല. പക്ഷെ അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഇത് ശക്തമായിട്ട് ഏറ്റെടുക്കുക, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ തുടങ്ങുന്ന സമയത്ത് കോഴിക്കോടും കണ്ണൂരും മാത്രമേ ഔട്ട്ലെറ്റ് ഉള്ളൂ. പിന്നെ ഇവിടെ വടകരയോ ഇവിടെ ഒന്നും ഔട്ട്ലെറ്റ് ഇല്ല. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ എവിടെ പോണോ? ഒന്നിക്കണ്ടേ കോഴിക്കോട് പോണോ, അല്ലെങ്കിൽ എവിടെ പോണോ? കണ്ണൂർ പോണോ? ഇതായിരുന്നു അവസ്ഥ. അപ്പോ അത് രാവിലെ 10 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിയിലാവും തിരിച്ചെത്താൻ. അപ്പൊ അന്ന് ഞാൻ എപ്പോൾ എന്റെ ഗ്രേറ്റ് ലീഡർ റിലാൽ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറയും, ഞാൻ പറഞ്ഞില്ല അന്ന് DTC റാങ്കിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളത്, എന്റെ കയ്യിൽ കോട്ട് പിടിച്ചിട്ട് എന്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്ന ആ വ്യക്തി ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അച്ചീവർ ആണ്, കഴിഞ്ഞ ആഴ്ചയിൽ 2,10,000 മേടിച്ച വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഗ്രേറ്റ് ലീഡർ റിലാൽ സാറാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, അന്ന് DTC ആയിട്ട് പുള്ളിക്കാരന്റെ സംസാരം കേട്ടിട്ട് ഞാൻ വിചാരിച്ചെന്താ, അന്നേരം മുമ്പ് 2,10 മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആവേശമായിരുന്നു 2,10 മേടിക്കുന്ന ആവേശം. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ അല്ലെ, എന്നെ പോലത്തെ ആൾക്കാരെല്ലാം വരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, കാരണം ഞാനിത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് എന്റെ സംസാരം കേട്ട നിങ്ങൾ ചോദിക്കും ഇവനൊന്നും വന്നിട്ട് കാര്യമില്ല, കാരണം ആ ലെവലിലേക്ക് ഡയലോഗ് മേടിക്കൂ, പിന്നെ വലിയ കൈവോ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ പല ട്രെയിനിങ്ങുകളിലും പ്രോഗ്രാമിലൂടെയും കടന്നു പോയി തന്നെയാണ്. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണോ, നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ സംസാരം കേട്ടിട്ട് ആൾക്കാർ വിചാരിക്കണം ഇവനിക്ക് കഴിഞ്ഞ ആഴ്ച 2,10 ആ ഒരു ആവേശത്തിലേക്ക് കൊണ്ട് സംസാരിക്കും. പക്ഷെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചിലപ്പോൾ 1 ഉറുപ്പ്യ വരുമാനം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആവേശം എന്തായിരിക്കണോ, കഴിഞ്ഞ ആഴ്ച 2,10 കിട്ടിയുള്ള ആളെ ആവേശമായിരിക്കണം. അപ്പോ അതാണ് എനിക്ക് നേരത്തെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ശക്തമായി ചെയ്തു. ഒരുപാട് ടീമൊക്കെ ആയി. ഞാൻ ടീം കോർഡിനേറ്റർ ആവാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട്. എനിക്കൊന്നൊരു ഏകദേശം 2 കൊല്ലാറ്റ് ഞാൻ ടീം കോർഡിനേറ്റർ ആവാൻ എടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റിലത്തെ ഏകദേശം 1 കൊല്ലം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. അതിനുശേഷമാണ് RTP കാരൻ ഇത് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയ സമയത്തും പിന്നെ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൂടെയൊക്കെ കടന്നുപോയി. കാരണം ഞാൻ നല്ലൊരു ടീമിനൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് എന്റെ ഒരു ഓർഗനൈസേഷൻ 1-ലുള്ള ലീഡർ ഏകദേശം TCന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും മൂപ്പര്. അപ്പൊ അടുത്തത്തെ സമയത്ത് മൂപ്പര് നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോയി. മൂപ്പര് നിർത്തിയതല്ല, വീട്ടുകാർ പിടിച്ച് പറഞ്ഞാച്ചാണ്. ഞാനന്നും വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. എടാ വീട്ടുകാരോട് എന്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഗൾഫിലേക്കൊന്നും പറഞ്ഞ് പറഞ്ഞാക്കല്ലോ, ഓനൊക്കെ സെറ്റായി വരും, നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ അതിനോട് എന്നോട് പറഞ്ഞേ ഞാളെ മകന്റെ കാര്യം ഇനി നോക്കണ്ട, ഞാൻ നോക്കിക്കോളുന്നാ പറഞ്ഞേ. അപ്പൊ എത്ര ഞാൻ എനിക്ക് മനസ്സിൽ ഇത്ര വിഷമിച്ചിട്ടുണ്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പാട് ഞാൻ അതോടുകൂടെ അപ്പാട് തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ടും എനിക്ക് 100% എന്നിലും അതുപോലെ തന്നെ വൈലേശ്വർ മാർക്കറ്റിംഗിന് വിശ്വാസം ഉണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്തു. ഇന്ന് ഞാൻ എപ്പോ എല്ലാ പെരുന്നാൾക്കും അവിടെ പോക്കുണ്ട്. ഞാൻ ആ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ബൈക്കൊക്കെ എടുത്തിട്ട് പോകും. ആ വീട്ടിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ എന്റെ കാറും എടുത്ത് മാത്രമേ പോകാറുള്ളൂ. കാരണം അതൊക്കെ ഒരു മധുര പ്രതികാരമായിരുന്നു. കാരണം ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞതിനോടാ. അപ്പൊ ഇന്ന് ആരും പറയുന്നുണ്ടാവും എന്ത്, അന്ന് നമീർ പറഞ്ഞ കേട്ടാ മതി, അന്ന് ഓനോട് വിട്ടാ മതി എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ലെവലിലേക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ പല പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടാണ് 2 കൊല്ലം എടുത്തത്. പക്ഷെ ഇന്ന് എന്റെ ടീമിൽ വരുന്ന ആൾക്കാരുടെ 3-4 മാസം കൊണ്ട് TC അടിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കും, അടുത്ത മാസം TC ആവണമെന്ന് തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് TC ആവാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പക്ഷെ ഏറ്റെടുത്ത് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ TC ഒക്കെ ആയി മെല്ലെ മെല്ലെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ATC ആയി, DTC ആയി. അങ്ങനെ DTC ആയ സമയത്താണ് എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഞാൻ വീട്ടിലൊക്കെ തന്നെ ആയിപ്പോയത്. കാരണം എന്റെ ബൈക്കിന് ATC ആയ സമയത്ത് ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, RF5ന്റെ V3 എന്ന് പറയുന്ന ഒരു വണ്ടി. ഞാൻ ആദ്യമായിട്ട് മൈലേശ്വർ മാർക്കറ്റിലൂടെ സ്വന്തമാക്കിയ വണ്ടിയാണ്. ആ വണ്ടീനെ കൊണ്ട് 2 പ്രാവശ്യം ആക്സിഡന്റ് ആവാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ആക്സിഡന്റ് കുറച്ച് മേജർ ആക്സിഡന്റ് ആയിരുന്നു. മുമ്പിൽ ഞാനെല്ലാം ഓടിച്ച എന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ കൈ H പോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് നല്ലോണം എനിക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ചെറിയ സ്ക്രാച്ചുകളും പിന്നെ ചെവിക്ക് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ ഈ ബിസിനസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഈ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു ദിവസം ഞാൻ DTC റാങ്കിലുള്ള സമയത്ത് ബാഗൊക്കെ എടുത്ത് ഞാൻ വർക്കിന് പോവാണ്. വടകര അന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിങ്ങിന് പോവാണ്. അപ്പോൾ മീറ്റിംഗ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്, ഇടയിൽപ്പിടി എന്നാണ് പറയാ. അപ്പൊ അവിടെ എത്തിയ സമയത്ത് തന്നെ അവിടുത്തെ മുതലാളി വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് മുന്നിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ പിന്നെ കുറെ കാലം ഇനി വേഗലെടുത്ത് തൂക്കിയാണെന്ന് ഇങ്ങനെ പോകുന്നത്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അപ്പുറം തന്നെ കമ്പനിക്കാരൻ പറയുന്നുണ്ട്, എന്തിനോ കുറെ കാലം ഇങ്ങനെ നടക്കുന്നത്, ഒന്നും കിട്ടുന്നൊന്നുമില്ല, വെറുതെ തള്ളുന്നാന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറയുന്നത്. പണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്നെ കൊണ്ട് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, കർമ്മ ഉണ്ടല്ലോ തിരിച്ചു കിട്ടും. അപ്പോ
അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊരു പുളിഞ്ഞ ചിരിയും ചിരിച്ചിട്ട് ഞാനങ്ങ് പോയി. ഒരു ആക്കുന്ന ചിരി ഉണ്ടല്ലോ, അവൻ ചിരിച്ചിട്ട് ഞാനങ്ങ് പോയി. ഞാൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ്, നബീർ ഇനി രാവിലെ ചിരിച്ച ചിരിയില്ല, അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നുമില്ല, ഞാൻ എന്റെ ID എടുത്ത് ഓപ്പൺ ആക്കി അവിടെ വെച്ച്. എന്നിട്ട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഈ പീടിയിൽ ഷോപ്പിൽ എത്ര കച്ചവടം നടന്നിരിക്കുന്നു ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ഏകദേശം ഒരു കറക്റ്റ് കണക്കോർ കാരണോട്, കാരണം കറക്റ്റ് കണക്ക് അറിയണമെങ്കിൽ നോക്കണം കണക്ക്. എന്നോട് പറഞ്ഞൊരു 10,000-ന്റെ എല്ലാം കച്ചവടം നടന്നിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ID എടുത്ത് ഓപ്പൺ ആക്കി ഞാൻ പറഞ്ഞു, ഏകദേശം 12 ലക്ഷത്തിന്റെ കച്ചവടം കഴിഞ്ഞ ആഴ്ച എന്റെ ഇതിലൂടെ നടന്നു. ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് 12 ലക്ഷത്തിന്റെ. എനിക്കൊരു ഷോപ്പോ, നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കൊരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മുതൽ മുടക്കോ അല്ലെങ്കിൽ കുറെ പണിക്കാറോ ഇതൊന്നും ഇല്ലാണ്ടാണ്. കണക്ക് പോലും ഞാനല്ല നോക്കുന്ന, ID-യിൽ എടുത്ത് നോക്കിയതാ. അതുപോലും എനിക്ക് അറിയേണ്ട കാര്യമില്ല, കണക്ക് പോലും ഞാൻ കൂട്ടേണ്ട കാര്യമില്ല. അപ്പോ ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് ആ 12 ലക്ഷത്തിന്റെ കച്ചവടം നടത്താൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാത്രം ഏകദേശം 30 ലക്ഷത്തിന്റെ മുകളിൽ എന്റെ ടോട്ടൽ ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച, ഒരാഴ്ചത്തെ ടേൺ ഓവർ ആണ് കേട്ടോ. ഇന്ന് ഒരാഴ്ചക്ക് 30 ലക്ഷത്തിന്റെ കച്ചവടം നടക്കണമെങ്കിൽ എത്ര കോടി ഇട്ടിട്ട് ചെയ്ത കച്ചവടമായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഒരു രൂപ പോലും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ബിസിനസിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്.